ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? ഇന്ന് ഞാനേ വന്നിരിക്കുന്നത് ഞാൻ ഡ്രസ്സിങ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ട്, ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ എന്തൊക്കെ വേണം എന്നുള്ളൊരു സ്റ്റാർട്ടിങ് ആയവർക്ക് എന്തൊക്കെ വേണം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം അതിൽ നമ്മുടെ ഒരു യൂട്യൂബ് ഫാമിലിയിലെ ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ചെയ്യോ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പിന്നെ ഫ്രീയോ ആണ്, സൺഡേ അല്ലേ, അപ്പോൾ ഞാൻ വീഡിയോ ഇടാമെന്ന് കേട്ടോ. ഇത് പക്ഷേ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഞാൻ ഇടുക. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയും, പക്ഷെ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് വല്ലാണ്ട് വീഡിയോ ഒന്നും നമുക്ക് ദീർഘിപ്പിക്കണ്ട, ഒരു വീഡിയോയ്ക്ക് കിടക്കാം. അതിനുണ്ടല്ലോ, ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മാസ്കാണ്. മാസ്കും വേണം, ഗ്ലൗസും വേണം. ഇത് രണ്ടും അത്യാവശ്യം, കാരണം ഇതിൻ്റെ സ്മെല്ല് എല്ലാവർക്കും അങ്ങനെ പിടിക്കില്ല. കെമിക്കലും കൂടി ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അലർജിയോ എന്തെങ്കിലും വരും. ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യും, ചിലപ്പോൾ യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് അങ്ങനെ യൂസ് ചെയ്തിട്ട് ആദ്യം അങ്ങനെ അലർജി ഒന്നും വന്നിട്ടില്ല. പിന്നെ ഗ്ലൗസ് കൈമ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ സോപ്പ് ഇട്ടാലും പോവില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈമെന്നൊക്കെ മാറിപ്പോവാനായിട്ട്. സ്കിന്നിന് വേറെ പ്രശ്നമൊന്നും പറ്റിയില്ല, പക്ഷെ ഇത് നമ്മൾ മാച്ചെടുക്കാനൊക്കെ കുറേ നമുക്ക് പാടുപെടേണ്ടി വരും. അപ്പം മാസ്ക് ഗ്ലൗസ് നിർബന്ധമാണ്. പിന്നെ വേണ്ടതാണ് നമുക്ക് ഡിസ്പോസിബിൾ ഗ്ലാസ്. ഇതിപ്പോൾ സിൽക്കിൻ്റെ ടൈപ്പൊക്കെ കിട്ടും, കാരണം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 ടൈം 2 ടൈം യൂസൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കളയേണ്ടി വരും. ഇത് പക്ഷേ നമുക്കിവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യണമെന്നുള്ളൂ. നമുക്കിതിനിപ്പോൾ അത്ര റേറ്റ് പോകണത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം ഞാൻ ഇതിലാണ് എടുക്കാറ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മെഷറിങ് കപ്പാണ്. നാട്ടിൽ ഞാൻ കുറേ വീഡിയോ ഞാനിത് ചെയ്യുന്നേക്കാൾ മുന്നേ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ കുറേ പേര് വെയിറ്റ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്, ഏതിലെടുത്തിട്ട് വെയിറ്റ് നോക്കിയിട്ട് ഇതാക്കാനായിട്ട്. ഞാൻ അങ്ങനെ വെയിറ്റ് നോക്കിയിട്ടൊന്നുമല്ല, ഈ മെഷറിങ് ഇത് വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. കണ്ടോ, ഇതിൻ്റെ അളവുണ്ട്. ഇനിയിപ്പോൾ അളവ് നോക്കിയില്ലെങ്കിൽ ഇതിലൊരെണ്ണം ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും മറ്റേത് ഫുൾ എടുക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇതിന് വരുന്നത് 2 ടൈപ്പ് റെസിനാണ്. ഒരു റെസിനും പിന്നെ ഒരു ഹാർഡനറാണ് കേട്ടോ വരുന്നത്. അപ്പം ഇതിൽ എഴുതിയിട്ടുണ്ട് 1:1 എന്ന് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എല്ലാ റെസിനും പക്ഷെ അങ്ങനെയല്ല, പലതിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ അതിനനുസരിച്ച് 2:1 ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം റെസിൻ 2 എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ കപ്പിൽ തന്നെ ഹാർഡനറും ഒരെണ്ണം എടുക്കണം, അങ്ങനെയാണ് കേട്ടോ. അത് മെഷറിങ് കപ്പ് എടുക്കുന്ന പോലെ. ഇനി വെയിറ്റ് മെഷീൻ എടുക്കുന്നവർക്ക് അതും നല്ലതാണ്. പിന്നെ അതൊക്കെ ഇത്തിരി കോസ്റ്റ്ലി ആണ്, കുറച്ച് അങ്ങനെ അതിനേക്കാൾ നല്ലതൊക്കെ നമ്മൾ നോർമൽ എന്താ പറയുക, ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാശ് കൊടുത്തിട്ട് കുറേ സ്റ്റാർട്ട് ചെയ്യലല്ലോ ചെയ്യുക. എനിക്ക് അങ്ങനെയാണ് കേട്ടോ താല്പര്യം. ഞാൻ എന്ത് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് പൈസയ്ക്ക് കുറേ സംഭവങ്ങൾ വാങ്ങിച്ചു വെച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യൊന്നുമില്ല. അതിൽ നിന്ന് എനിക്ക് ഏൺ ചെയ്തിട്ട് അതിൽ നിന്ന് പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളൊരു സംഭവമാണ് കേട്ടോ എനിക്കിഷ്ടം. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അത് മെസ്സേജ് അയക്കണം കേട്ടോ, കമൻറ്റ് ചെയ്തോളാം. അപ്പം ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ പിന്നെ ഇതൊന്ന് കുറച്ച് മൂവ് ആയി കഴിഞ്ഞാലാണ് കുറച്ചും കൂടി നമ്മൾ കാശ് കൊടുത്ത സംഭവങ്ങൾ വേറെ ഇതിന് വേണ്ട നല്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ വാങ്ങിച്ചാൽ മതിയായിരിക്കും കേട്ടോ. പിന്നെ അപ്പം ഇത് 3 ഓക്കെ ഇല്ലേ. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു കളർ വേണം. നമ്മളിവൻ ഈ ഒരു ബിസിനസ് തുടങ്ങാനായാലും നമ്മളിതൊരു ആൾക്ക് കാണിച്ചു കൊടുക്കാനാണെങ്കിൽ ഇച്ചിരി ഭംഗിയിലാക്കി കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പം ഏതെങ്കിലും ഒരു കളറ് ഒരെണ്ണം വാങ്ങിച്ചു വെക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ഡെക്കറേഷൻ ചെയ്യാനുള്ളൊരു സംഭവം അത്. പിന്നെ കീ ചെയിനാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത്. കീ ചെയിൻ്റെ ഒരു അതായത് ABC മോൾഡ് ഇല്ലേ, ABC ലെറ്റേഴ്സ് ഉള്ള ഒരു മോൾഡാണ് ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ എൻ്റെ തന്നെ ലെറ്റേഴ്സും പിന്നെ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടാണ് കേട്ടോ, ഓരോന്ന് പരിശ്രമിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ഓരോരുത്തർക്കും ഇങ്ങനെ കീ ചെയിൻ ഇട്ടിട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചായിരുന്നു. പിന്നെ അത് സെയിൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആ പൈസ വെച്ചിട്ടാണ് കുറച്ചും കൂടി സംഭവങ്ങൾ പിന്നെ മോൾഡൊക്കെ കുറേ വാങ്ങിച്ചു തുടങ്ങിയത് കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് 2 മോൾഡ് മാത്രമാണ് കാണിച്ചു തരാനായിട്ട് എടുത്തിട്ടുള്ളൂ. അതിൽ ഒരെണ്ണം വരുന്നത് ഇതാണ്. ഇത് ഞാൻ കമ്മലുകൾ മാല ഉണ്ടാക്കാനാണ്. ഇതിലും വലിയ മാലയ്ക്കുള്ളത് ഉണ്ടാക്കാം, കമ്മലുണ്ടാക്കാം, അങ്ങനെ എല്ലാം അത് കേട്ടോ. പിന്നെ ഇതിൽ ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സുഖമാണ്. അറ്റ് എ ടൈം തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. പക്ഷെ എനിക്ക് ഒരെണ്ണമുള്ള ഞാൻ വീണ്ടും അങ്ങനെ ഇതിലൊരു പ്രാവശ്യം ഇപ്പോൾ ഒരു കമ്മലിനുള്ള ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണത്തിന് കൂടി നമുക്ക് വേണമല്ലോ. അപ്പം അത് ഞാൻ ഡിമോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിൽ തന്നെ ഒഴിച്ച് അതേ കൺസിസ്റ്റൻസി എല്ലാ മെഷർമെൻറ്റൊക്കെ ഞാൻ എഴുതി വെച്ച് അങ്ങനെ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കാറ്. കാരണം എല്ലാത്തിനും ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ച് വെറുതെ കാശ് കളയണ്ടല്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഭയങ്കര പിശിക്കുകയാണെന്നല്ലേ. പിശിക്കുകയാണ്, എന്നിരുന്നാലും എല്ലാത്തിനും കുറേ നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് കളയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരെണ്ണമാണ് കീ ചെയിൻ ഉണ്ടാക്കാനുള്ളത്.
ഇത് നമ്മൾ ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞാലും നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഹോൾ അതിനുണ്ടായിരിക്കും. ഇനി അത് മൂടിപ്പോയി, എല്ലാം മൂടിപ്പോയെങ്കിൽ മാത്രമാണ് ചെറിയ ഡ്രില്ലർ വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. അത് വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആദ്യമൊന്നും ഞാൻ അങ്ങനെ വാങ്ങിച്ചിരുന്നില്ല. ഇപ്പം പക്ഷെ ഞാൻ ഡ്രില്ലറും കൂടി വാങ്ങിച്ചായിരുന്നു. ചെറിയൊരു ഡ്രില്ലർ ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം അത് വെച്ച് നമുക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഈ കീ ചെയിൻ ആഡ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ഡെക്കറേഷൻ്റെ സംഭവങ്ങൾ വേണമെങ്കിലും വെക്കാം കേട്ടോ. പിന്നെ അതേ മെഷറിങ് ഇത് നമ്മൾ ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം അതിൽ നമ്മൾ ഇത് 10 മിനിറ്റോളം നമ്മളിതൊന്ന് ഇളക്കിയിട്ട് വേണം അതൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. അപ്പം അതിനുള്ളൊരു സംഭവം സ്റ്റിക്ക്. ഇത് ഞാൻ ആദ്യം എടുത്തിരുന്ന വീട്ടിലുണ്ടായിരുന്ന ഒരു വുഡൻ്റെ സംഭവമൊക്കെയാണ്. പിന്നെ എനിക്ക് ഇത് മെച്ചപ്പെട്ട് പോയപ്പോഴാണ് ഞാൻ പൈസ കൊടുത്തിട്ട് ഒരു സ്റ്റിക്ക് ഇങ്ങനെ നമുക്കൊരു പാക്കറ്റിന് 100 രൂപയോ അത്രയൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഞാൻ വാങ്ങിച്ച് വെച്ചത് കേട്ടോ. പക്ഷേ ഈ സ്റ്റിക്കിനേക്കാളും കുറച്ചും കൂടി നീളം കൂടിയ സ്റ്റിക്ക് വാങ്ങിക്കായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം നമുക്ക് എപ്പോഴും ഇതിലൊക്കെ നിറച്ച് വരുമ്പോൾ കണ്ടോ, ഇതിൽ വരുമ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ആദ്യമൊന്നും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന നോക്കണ്ട. കാരണം നമ്മൾ വിറ്റ് പോയി കുറച്ച് കാശൊക്കെ കിട്ടിയതിന് ശേഷമാണ് കുറച്ചും കൂടി നമ്മൾ ഈസി ആയിട്ട് കുറച്ചും കൂടി ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അയ്യോ മറന്നു കേട്ടോ പറയാൻ. മെയിൻ കാര്യം ഇതുണ്ട് ഒരെണ്ണം. ഇത് കണ്ടോ, ഇൻസുലേഷൻ ടേപ്പാണ്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് നമ്മൾ എടുത്ത് കട്ട് ചെയ്ത് നമ്മൾ എപ്പോൾ മോൾഡ് ഇതെടുത്താലും കണ്ടോ, ഇപ്പം ഞാനിത് ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളായി ഈ കീ ചെയിൻ്റെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതിൽ കണ്ടു, ഇതിൽ ഇത്രയും പൊടിയും അങ്ങനെ ഇത് എങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാലും ഇതിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇൻസുലേഷൻ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഒപ്പിയെടുക്കണം. അപ്പം ഇൻസുലേഷനിലെല്ലാം പിടിച്ചിട്ട് അതങ്ങനെ ആയുള്ളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് റെസിൻ ബബിൾ റിമൂവർ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പം, ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പം ഇങ്ങനെ കൊണ്ടുവരിപ്പിച്ചതാണ് കേട്ടോ. റെസിൻ ഇവിടെ എനിക്ക് കിട്ടിയില്ല, ഓൺലൈനിലൊന്ന് നോക്കിയിട്ട്. ഇവിടെ ടെമ്മൂലൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവരാണ് ചെയ്തത്. ഇത് നമ്മളിതിൽ ലിക്വിഡൊക്കെ ചെയ്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ ബബിൾസ് വരും. അപ്പോൾ നമ്മളിതിങ്ങനെ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബബിൾ പോവും. ഇതിന് പകരം കുറേ പേര് ലൈറ്റർ വെച്ചിട്ടൊക്കെ ഇതാക്കുന്നുണ്ട്. അത് പക്ഷേ എനിക്ക് അത്രയും കൊണ്ട് എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം എങ്ങാനും ഇത് നമ്മുടെ കയ്യിൽ തന്നെ പൊള്ളാച്ചാലും ഇങ്ങനെ ഇതാക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പരിപാടിയിലേക്ക് ഞാൻ നോക്കിയിട്ടില്ല. ഞാനിത് വാങ്ങിക്കുക തന്നെയാണ് ചെയ്തത്. ഇതിനൊരു 250 200 അത്ര രൂപയേ ഉള്ളൂ കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ കുട്ടികളെ അടുപ്പിക്കരുത്. കാരണം അവർക്കൊക്കെ പെട്ടെന്ന് കെമിക്കൽ ആയതുകൊണ്ട് പെട്ടെന്ന് അവരുടെ മുഖത്തേക്ക് അടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ മോളേനെ മാറ്റി നിർത്തിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ വർക്ക് ചെയ്യുള്ളൂ. കാരണം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതിന് വേണ്ട സംഭവങ്ങൾ നോർമൽ ഇത്രയും സംഭവങ്ങൾ മാത്രം മതി. പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്ത് ഒന്ന് രണ്ടെണ്ണമൊക്കെ വിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി നമുക്ക് മോൾഡും കാര്യങ്ങളും വാങ്ങിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ജ്വല്ലറി ബോക്സിൻ്റെ മോൾഡ്, പിന്നെ ഫോട്ടോ ഫ്രെയിംസ് ഇല്ലേ അതിൻ്റെ സ്ക്വയറിൽ റൗണ്ടിലുള്ളത്, അങ്ങനെ അതൊക്കെ ഞാൻ 1-2 വിറ്റ് പോയതിന് ശേഷം അങ്ങനെ വാങ്ങിച്ചതാട്ടോ. അപ്പോൾ എല്ലാവർക്കും തുടങ്ങാൻ പറ്റിയൊരു ചെറിയൊരു സംഭവമാണ്. വീട്ടിലിരുന്നിട്ട് തന്നെ തുടങ്ങാൻ പറ്റിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടൈമൊക്കെ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ നമ്മുടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ, കാണാനൊക്കെ ഇഷ്ടമാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം. പിന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. ടേക്ക് കെയർ.